ഹലോ, ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ എൻ്റെ വീട്ടിലോട്ട് വന്നേക്കാണ് കേട്ടോ. വേറൊന്നല്ല, ഇവിടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മതിലകത്തെന്ന് പറയുന്നത് പള്ളിപ്പെരുന്നാളുകൾക്കൊന്നും വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻസാണ് ഭൂരിഭാഗം പേരും. അതുകൊണ്ട് പള്ളിപ്പെരുന്നാൾ ഇവിടെ അടിച്ച് പൊളിക്കും കേട്ടോ. അപ്പോൾ ഞാനും അനീഷനും പിള്ളേരൊക്കെ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പാപ്പൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിമോനെ ഇവിടെ കൊട്ടും ബഹളമൊക്കെ കേട്ടിട്ട് നല്ല അടിപൊളി ഡാൻസൊക്കെയാണ്. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊട്ടും മേളവും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വീടിന് ചുറ്റും ഇവിടെ ഓരോ വീടും സത്യം പറയുകയാണെങ്കിൽ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ വീടും അവരുടെ മുറ്റവും ഉമ്മറഭാഗവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ദാ ഇവിടെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേമ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ഉണ്ണിയപ്പവും കട്ട ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊട്ടൊക്കെ കേട്ടപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെ സന്ധ്യയായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 6 മണി നേരമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അമ്പ് പെരുന്നാളാണ് ഇന്ന്. അപ്പോൾ ഇത് തലേദിവസമാണ് കേട്ടോ. അപ്പോൾ 2 വീഡിയോസായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തലേദിവസമാണ്. അപ്പോൾ അമ്പ് പെരുന്നാളാണ്. അപ്പോൾ അമ്പ് ഇങ്ങനെ ഓരോ എന്താ പറയുക, ഓരോ യൂണിറ്റ് വൈസായിട്ടാണ് അമ്പ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിലുള്ള അമ്പ് ഈ സമയത്താണ് ഇറങ്ങുന്നത് കേട്ടോ. വളരെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പിനെ വരവേൽക്കാൻ തന്നെ എല്ലാവരും റെഡിയായി, എല്ലാ വീട്ടുകാരും ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വീട്ടിലും ഇങ്ങനെ അമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇതാ ഇവിടെ അമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ എന്താ രസം കാണാൻ തന്നെയുണ്ട്. ഓരോ വീടുകളും അവരുടെ വീടും ചുറ്റിനുള്ള മരങ്ങളും പൂക്കൾ വരെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിറയെ മാല ബൾബുകൾ കൊണ്ടിട്ട് എന്താ പറയുക, നല്ല ദീപാലങ്കൃതമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ വഴികളാണെങ്കിലും ചുറ്റിലും സൈഡുകളിലും ഒക്കെ എന്താ പറയുക, ഫുള്ള് ലൈറ്റ് കൊണ്ട് തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ചെറിയൊരു മഞ്ഞൊക്കെ ഉള്ള കാരണം കൊണ്ട് നല്ല തണുപ്പും ഒക്കെയാണ്. അപ്പോൾ ഉണ്ണിമോനും പൊന്നൂസൊക്കെ തകർക്കണുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. മിക്ക പ്രാവശ്യവും പെരുന്നാൾ വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂൾ ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വരാറില്ല, കാരണം സ്കൂൾ മുടക്കിയിട്ട് നമുക്ക് അങ്ങനെ പെരുന്നാൾ കാണാൻ മാത്രം അങ്ങനെ വരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം അനീഷേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. കാരണം അവരെ ക്ലബിൻ്റെ വക പ്രോഗ്രാംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വന്ന് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നല്ല ജലദോഷമൊക്കെയാണ്. അങ്ങനെയാണ് കേട്ടോ. പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വഴിയിലൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ തന്നെ പോന്നു. അങ്ങനെ ഉച്ചക്കലത്തെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ പാപ്പൻ്റെ കൂടെ വന്നിട്ട് ഉള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അമ്പിങ്ങനെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ നോക്കി നിന്നു ഞങ്ങൾ കുറേ നേരം. ഇപ്പം നമ്മൾ മതിലത്ത് ഇതൊന്നും കാണാറില്ല. അപ്പോൾ ഉണ്ണിമോൻ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കിയൊക്കെ നിന്നു. പിന്നെ കൊട്ടും മേളവും പടക്കം പൊട്ടിക്കലൊക്കെ ആണല്ലോ. അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ മക്കൾക്കും ഇഷ്ടമാവും അല്ലേ. അങ്ങനെ രാത്രി ഒരുപാടൊന്നും ആയില്ല, കുറച്ച് നേരം വൈകിയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേഴ്സ് എല്ലാം കൂടിയിട്ട് ഞങ്ങൾ പെരുന്നാൾ കാണാൻ പോവുകയാണ്. ഞാൻ എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഞാനിതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ പിള്ളേരൊക്കെ വലുതായതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനും അനീഷേട്ടനും പാപ്പൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് പോകാം, വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് പോവാണ്. എൻ്റെ ബാക്കിലുള്ളത് എൻ്റെ പാപ്പൻ്റെ മക്കളും എൻ്റെ മേമയൊക്കെയാണ് കേട്ടോ. അവളുമാർ 2 പേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടു, എന്നെ പറ്റിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ 3 ആളും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ കരുതി വേണ്ട പോവാം, ഇപ്പം ഇത്രയ്ക്ക് നേരമൊക്കെ ആയില്ലേ, നീ വാന്നും പറഞ്ഞുകൊണ്ട് അനീഷേട്ടൻ വേഗം മുന്നിലോട്ട് നടന്നു കേട്ടോ. വഴി മൊത്തം ദീപം കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ലൈറ്റാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ. നമുക്ക് എത്ര പാതിരാത്രി ആണെങ്കിലും പോകാനും വരാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം അത്രയും വെളിച്ചങ്ങളാണ് ചുറ്റും
ചുറ്റിലും മൊത്തം വരി നമ്മുടെ യൂണിറ്റ് തൊട്ട് പള്ളി വരെ മൊത്തം ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിരുന്നു. അപ്പോൾ ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരക്കൊക്കെ വരുന്നേക്കാളും മുന്നേ അമ്പുകൾ വരുന്നതിന് മുൻപ് എല്ലാ യൂണിറ്റിലെ അമ്പുകളും ചേർന്നിട്ട് ഒന്നിച്ച് വരും. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അത് കാരണം കൊണ്ട് തന്നെ അതൊക്കെ വരുന്നേക്കാളും മുന്നേ ഞങ്ങൾ പോന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കപ്പേള. ചോറ് സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. ഫുള്ള് മുന്തിരി കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. എന്ത് രസമായിട്ടാണെന്നറിയോ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. കുറേ പേര് സെൽഫി എടുക്കുന്നുണ്ട്, കുറേ പേര് ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഫുള്ള് മുന്തിരിയാണ്. നമുക്ക് സംശയം തോന്നും ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. പക്ഷേ ഒറിജിനൽ മുന്തിരി കൊണ്ടാണ് കേട്ടോ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അത്രയും സൂപ്പറാണ്. നമുക്ക് കൈകൊണ്ട് എടുത്ത് തൊടാൻ തോന്നും. അങ്ങനെ ഞാൻ കപ്പിളിൽ കാശൊക്കെ ഇട്ട് അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ മെയിൻ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. കണ്ടോ മുന്തിരി കണ്ടോ, ശരിക്കും ഒറിജിനൽ മുന്തിരിയാണ്. നമുക്കതെടുത്ത് പൊട്ടിച്ചെടുക്കാൻ തോന്നും. അത്ര ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി കൊണ്ടാണ് കേട്ടോ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു. റോഡിലൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വരും പെരുന്നാൾക്ക്. നമ്മുടെ വീടുകളിൽ എല്ലാവരും ഉണ്ടാവും, വിരുന്നാർ, അതുപോലെ തന്നെ കൊടുത്തവരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ശരിക്കും അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിള്ളേരൊക്കെ ഇപ്പോഴത്തെ ഞങ്ങൾ പണ്ടെന്ന് പറയുന്നത് അത്രയും വലിയ അടിച്ചുപൊളികൾ എന്ന് പറയാൻ നമ്മുടെ വീടുകളിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിള്ളേരുടെ അടിച്ചുപൊളി കേട്ടോ. ഇത് ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ്. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ രണ്ട് സൈഡും വീടുകളാണ് കേട്ടോ. മൊത്തം വീടുകളാണ്. അപ്പോൾ എല്ലാവരും അത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും എൻ്റെ പാപ്പൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ന് ജിത്തു ശരിക്കും പറയാൻ വെച്ചാൽ ഫുള്ള് ബിസിയാണ് ആൾ. ശരിക്കും അവരെ ക്ലബിൻ്റെ വക പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അവൻ നല്ല ബിസിയായിരുന്നു. അപ്പോൾ ഞാനും രണ്ടാമത്തെ പാപ്പൻ്റെ മക്കളും അങ്ങനെ അനീഷേട്ടനും മേമയും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് തിരക്കായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ചെണ്ടമേളം നടക്കുകയാണ്. ചെണ്ടമേളം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൂരത്തിൻ്റെ കൊട്ടല്ലല്ലോ ഇപ്പോൾ. എന്താ പറയുക, അടിപൊളിയാണ്. അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കുറേ നേരം ആസ്വദിച്ചു കേട്ടോ. ഉണ്ണിമോൻ ശരിക്കും ഭയങ്കര ഇഷ്ടമായി. ആളവിടെ നിന്ന് ഫുള്ള് കളിയായിരുന്നു, മൊത്തം കളിയായിരുന്നു. ശരിക്കും നല്ല എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ അവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഫുൾ എനർജി ആയിരുന്നു. ഇത്രയും എനർജി ആയിട്ട് ഇത്ര നേരം കൊട്ടി നിൽക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്പിങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ ഈ എന്താ പറയുക ഈ കൊട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടും അടിപൊളിയായിട്ടാണ് അവർ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ തുള്ളിപ്പോവും. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് നല്ല സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ കുറേ നേരം, കുട്ടികൾക്കൊക്കെ ശരിക്കും പറയാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അവരൊക്കെ കുറേ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് നല്ല പോലെ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയില്ല, പപ്പയുടെ ഒക്കത്ത് തന്നെയായിരുന്നു കേട്ടോ. പപ്പ അവനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചു. പിന്നെ ആൾ കൂട്ടാക്കണില്ല ഇറങ്ങാനായിട്ട്. അങ്ങനെയായിരുന്നു. പൊന്നൂസായാലും മാമന്മാരുടെ ഒപ്പം നല്ല കുട്ടിയായിട്ട് തന്നെ നിന്ന് മുഴുവനും കണ്ടു. ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നിന്നിട്ട് പോവാം അമ്മേ എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടികളായിട്ട് തന്നെയാണ് നിന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെയല്ലേ കാണുന്നത്, അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഐസ്ക്രീമും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ കടകളൊക്കെ കാണുമ്പോൾ അത് വേണം അമ്മ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മതി, പോകുമ്പോൾ നമുക്കൊക്കെ വാങ്ങിച്ചിട്ട് പോവാം, ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ സുഖിപ്പിച്ച് നിർത്തിയൊക്കെയായിരുന്നു കേട്ടോ രണ്ടാളേനും. ഈ കാണുന്നതാണ് എൻ്റെ സ്കൂളാണ് കേട്ടോ, ഞാൻ പഠിച്ചിരുന്ന
പഠിക്കുന്നതാണ്. ചൊവ്വൂർ സ്കൂളാണിത്. അപ്പോൾ നമ്മുടെ പഠിച്ച സ്കൂളൊക്കെ കാണുമ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ അതൊരു ഓർമ്മയാണല്ലേ, ഒരു സന്തോഷവും ശരിക്കും പറയാൻ വെച്ചാൽ തിരിച്ച് കിട്ടാത്തൊരു കാലമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ശരിക്കും മധുരമുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പഴയ ഒരു ഓർമ്മകളൊക്കെ അങ്ങനെ മനസ്സിലൂടെയൊക്കെ വന്നു പോയി. ഇതാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ പള്ളി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കൊതിയാവും കേട്ടോ. എന്ത് രസമായിട്ടാണോ പള്ളീനെയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് പള്ളിയൊക്കെ. അപ്പോൾ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കയറിയില്ല. അതാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ഇതിലാണ് അങ്ങനെ കയറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പുറമേയൊക്കെ നിന്ന് ശരിക്കും നന്നായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. പണ്ട് സ്കൂളുണ്ടായിരുന്നപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിൽ പോവാറുണ്ട്, അവിടെ പ്രാർത്ഥിക്കാറുണ്ട്, മുട്ടുകുത്താറുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ടും ഇവിടെ വന്നിട്ടും, ഈ ഭാഗത്തോട്ട് തന്നെ വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടോ. ഇങ്ങനെ വല്ല സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരാറുള്ളത്. ഇപ്പോൾ ഉണ്ണികളൊന്നായ പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ തീരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത് സന്തോഷം കൊണ്ടാണ് കേട്ടോ, അത്രയും സന്തോഷം കൊണ്ടാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്. അപ്പോൾ പള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുണ്യാളിനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. നമ്മളെന്നും പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമല്ലേ, നമ്മളെന്നും വന്ന് മുട്ടുകുത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഉണ്ണിമോനും പൊന്നൂസിനും പിള്ളേർക്കും എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഉണ്ണിമോൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഐസ്ക്രീം കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ്. കാരണം നല്ല തണവാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊന്നും മാറില്ല, ആഴ്ചക്കണക്കിനാണ്. അപ്പോൾ നമ്മുടെ തന്നെ മൂഡ് പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് കൊടുക്കാറില്ല. പക്ഷേ പപ്പ വരുമ്പോൾ അതൊന്നല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എല്ലാതും അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അതൊക്കെ കൂടി കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. ആ പള്ളിമുറ്റത്ത് നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ കഴിച്ച് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറേ നേരം അവിടേക്ക് ഒന്ന് ഇരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടത്തെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പള്ളി ഉണ്ടായത്, അവിടുത്തെ എന്താ പറയുക ആചാരങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പഴയ കഥകളൊക്കെ ഇങ്ങനെ മൈക്കിൽ കൂടി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് മുതൽ പള്ളി വന്നത്, അതുപോലെ തന്നെ ആ ഒരു കഥകൾ, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, ആചാരങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ വഴിപാടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കുറേ നേരം അവിടെ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെന്താണ്, അതിന് ശേഷം ഞങ്ങൾ എൻ്റെ പാപ്പൻ്റെ മോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട് ഇവിടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് കയറി. ആ ചേച്ചി നല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇവിടെ സ്പെഷ്യലാണ് കേട്ടോ പെരുന്നാൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുക, പട്ടയപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഊണൊക്കെ കഴിക്കാൻ നിർബന്ധിച്ച്, നമ്മൾ ഊണൊക്കെ കഴിച്ച് സെറ്റായിട്ട് വന്ന കാരണം കൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ ശിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു ഞങ്ങൾ പിള്ളേരൊക്കെ കൂടിയിട്ട്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല കളിയിലായിരുന്നുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് അങ്ങനെ വീട്ടിലെത്തി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസമായിട്ടോ, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിറ്റേ ദിവസമായി. അപ്പോൾ ജിത്തുമാമൻ ഇവിടെ കിടന്നു. അവന് വയ്യാണ്ടായി. ശരിക്കും പറയുകയാണെങ്കിൽ തലേ ദിവസം അടിച്ച് പൊളിച്ച് തിമിർത്ത് പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടെ കിടക്കാണ്. അനീഷേട്ടനും പിള്ളേരും കൂടിയിട്ട് ഇതാ മുറ്റത്ത് ഇവിടെ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ് കേട്ടോ. പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്യണം. അങ്ങനെ പിറ്റേ ദിവസം നൈറ്റാണ്. പിറ്റേ ദിവസം നൈറ്റ് ഇവിടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. പ്രദക്ഷിണത്തിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ജിത്തുവിൻ്റെ ക്ലബിൻ്റെ വക ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ചെറിയ കപ്പളേർ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവാണ് കേട്ടോ. ഇവിടെ വലിയ കപ്പള ചെറിയ കപ്പകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഫുള്ള് എന്താ പറയുക ലൈറ്റ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാനൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ പറയുക അതൊക്കെ തുടങ്ങി. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിത്തൊക്കെ അതിൻ്റെ വളണ്ടിയർമാരായിരുന്നു. അപ്പോൾ അവരാണ് ഇതൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ചെവി പൊത്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സൗണ്ടായിരുന്നു. ഉണ്ണിമോനാണെങ്കിലും പൊന്നൂസാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. ഇതേപോലെ തുമ്പികൾ, പിന്നെ അതുപോലെ തന്നെ ശിങ്കാരി മേളങ്ങൾ, പിന്നെ കൊട്ട്
പുട്ട് അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. 2-3 സെറ്റായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. ഭയങ്കര ഇഷ്ടമായി, ശരിക്കും ഒരിക്കലും മറക്കില്ല. അത്രയും നമ്മൾ ഹാപ്പിയായി. നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മളെ ആരും ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. പിന്നെ പാപ്പന്മാരെ മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് നമ്മളിങ്ങനെ പോകുന്നതും കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ അനീഷേട്ടനും കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പം ആൾ വന്നതിൻ്റെ പേരാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാറൊന്നുമില്ല, സ്കൂൾ മുടക്കിയിട്ട് അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു സന്തോഷം അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീഡിയോസ് നമ്മൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ എന്ത് വീഴ്ചകളാണെങ്കിലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. നമ്മൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ലോകത്തേക്ക് കടന്ന് വന്നിട്ടുള്ള പിച്ച വെച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക എന്നൊക്കെ സഹകരിച്ച് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ രാത്രി ആണ് പ്രോഗ്രാം. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വല്ലാണ്ട് നേരം വൈകണ വരെ ഒന്നും നിന്നുണ്ടായിരുന്നില്ല. പിന്നെ അനീഷനൊക്കെയുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം അധികം നിന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഉണ്ണിമോനാണെങ്കിൽ തീരെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ താഴത്ത് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, അനീഷൻ്റെ മേല് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് കളിക്കടാന്ന് പറഞ്ഞിട്ടൊന്നും ആൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മളും ഒന്നിച്ചങ്ങോട്ട് നടന്നു കുറച്ച് നേരം. അങ്ങനെ പള്ളി വരെ പോവാണ് കേട്ടോ ചെയ്തത്. പള്ളി വരെ പോയി. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടായിരുന്ന അതേ ടീം തന്നെയായിരുന്നു കേട്ടോ ഇന്നും ഉണ്ടായിരുന്നത്. ഇത്രയും നല്ലൊരു എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ടീമിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും പൊളിയായിരുന്നു കേട്ടോ ശരിക്കും. അവരൊക്കെ നല്ല എന്താ പറയുക, അവരുടെ കൂടെ കളിക്കുന്ന പിള്ളേരുടെ കൂടെ അത്രയും എനർജറ്റിക് ആയിട്ട് തന്നെ അവരും ഓരോ ചുവടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ശരിക്കും. അവർക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവരോട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു താങ്ക്സ് പറയണം. അത്ര സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വേറെ അലമ്പോ അങ്ങനെയുള്ള ഇതുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ശ്രദ്ധയിലായിരുന്നു വളണ്ടിയേഴ്സ് ആയാലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ക്ലൈമറ്റും നല്ല സൂപ്പറായിരുന്നു. പോകാനും വരാനും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അടിച്ച് പൊളിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ. എല്ലാവരും നല്ല ഹാപ്പിയായി. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടാകുമ്പോൾ എല്ലാവരും കൂടും ഇതിൻ്റെ കൂടെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പണ്ടത്തെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുന്നേ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഭാഗത്തോട്ട് നമ്മൾ പോയിട്ടില്ല. അതുപോലെ തന്നെ അപ്പോഴത്തെ കാലത്തെ ഫ്രണ്ട്സിനെ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. എല്ലാവരും കണ്ട് ഓരോരുത്തർക്ക് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. ചിലവർക്ക് കുട്ടികളായി, ചിലവർക്ക് ഒരു കുഞ്ഞുണ്ണി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ബോയ്സിനൊക്കെ കണ്ടു, ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവരുടെ ഫാമിലീസിനെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം. അങ്ങനെ കുറേ ആളുകളെയൊക്കെ പണ്ടത്തെ ഫ്രണ്ട്സിനെയും പണ്ടത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷം. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടു, 2 പേരെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെ കണ്ടതിലും വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഉണ്ണിമോന് കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. പിന്നെ പപ്പയും ഉണ്ണിമോനും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. ഞാനും പൊന്നൂസും അതുപോലെ തന്നെ മേമയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ നടന്ന് പള്ളിയിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പള്ളിയിലോട്ട് പോയി അവിടെയും കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. പിന്നെ അവിടെ പോയപ്പോൾ മേമ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ അതും കഴിച്ചു. ഫുൾ ഐസ്ക്രീം തന്നെയായിരുന്നു. നല്ല ജലദോഷമുണ്ട്, പക്ഷേ ഐസ്ക്രീം തിന്നണേൽ ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഉണ്ണിമോന് 2-3 കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ ഒന്ന് കുരിശൊക്കെ വരച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വീട്ടിലോട്ട് പോകും കേട്ടോ, മതിലത്തോട്ട് പോവും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.